So next question is a right circular cone. Okay, so of diameter 40, base diameter of 40 mm and height is 50 mm. So the diameter of the cone, base diameter, അതായത് ഇങ്ങനെയാണല്ലോ കോൺ ഇരിക്കുന്നത്. This is my cone. Okay, so cone in the diameter, this is the base diameter. This is the diameter. This diameter is 40. And what is the height? ഇതാണ് നമ്മുടെ height, cone in the height. This is the height of the cone, and height is equal to എത്രയാണ് 50. Height is equal to 50. Is standing on its base on HP. ഇതാ കണ്ടില്ലേ, അതായത് ഈ ഒബ്ജക്റ്റ് HP യിൽ റെസ്റ്റ് ചെയ്യുന്നു. Then the vertical trace of a section plane perpendicular to VP makes an angle of 45 degree with the reference line and intersects the axis of the cone at a distance of 20 mm from the vertex. Vertex എന്ന് പറഞ്ഞാൽ ഈ മേളിലുള്ള പോയിന്റ്, ഇതിനെയാണ് vertex എന്ന് പറയുന്നത്. This is called vertex. അപ്പൊ വെർട്ടെക്സിൽ നിന്ന് 20 mm താഴോട്ട് മാറണം. ഇതാ ആക്സിസ് ലൈനില് 20 mm മാറിയിട്ട് താഴോട്ടൊരു പോയിന്റ്, അവിടുന്ന് കട്ടിംഗ് പ്ലെയിൻ വരയ്ക്കുക. ഓക്കെ, സോ എത്ര ഡിഗ്രിയാണ് ഇൻക്ലിനേഷൻ? സോ 45 ഡിഗ്രി വിത്ത് ദ റെഫറൻസ് ലൈൻ എന്ന് പറഞ്ഞാൽ 45 ഡിഗ്രി വിത്ത് ദി HP എന്ന് അവർ ഉദ്ദേശിക്കുന്നത്. 45 ഡിഗ്രി. ദിസ് ഇൻക്ലിനേഷൻ ഈസ് 45 ഡിഗ്രി. ഡ്രോ ദ ട്രൂ ഷേപ്പ് ഓഫ് ദ സെക്ഷൻ ആൻഡ് ദി ഡെവലപ്മെന്റ് ഓഫ് ദി ലോവർ പാർട്ട് ഓഫ് ദി സെക്ഷൻഡ് കോൺ. ഓക്കെ, അപ്പൊ ഇതാണ് അടുത്ത് വരയ്ക്കാൻ പറഞ്ഞേക്കുന്നത്. ഇത്രയും ക്ലിയർ ആണോ ക്വസ്റ്റ്യൻ? ആദം, ഇത്രയും ക്ലിയർ ആണോ? ഞാനിപ്പോ ഈ പറഞ്ഞ ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾ ടോപ്പ് വ്യൂ വരയ്ക്കുക, ദെൻ ഫ്രണ്ട് വ്യൂ വരയ്ക്കണം. അതിനുശേഷം നമ്മൾ കട്ടിംഗ് പ്ലെയിൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. ദെൻ അതിനുശേഷം നമ്മൾ സെക്ഷണൽ ടോപ്പ് വ്യൂ വരയ്ക്കുക. ദെൻ അതിനുശേഷം നമ്മൾ ട്രൂ ഷേപ്പ് വരയ്ക്കുക. ഇത്രയേ ഉള്ളൂ ഇതിനകത്തിൽ. ഓക്കെ, അപ്പൊ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെയാണ്. സോ ഞാൻ ആദ്യം എന്റെ സോഫ്റ്റ്വെയർ ഒന്ന് ഓപ്പൺ ചെയ്യട്ടെ. സോ നമ്മൾ സിമിലർ ആണ്. കഴിഞ്ഞ പ്രോബ്ലം പിരമിഡിന്റെ പ്രോബ്ലം ചെയ്ത പോലെ തന്നെയാണ്. വേറെ ചെറിയ ഡെവലപ്മെന്റിൽ മാത്രം ഒരു ചെറിയൊരു കാര്യം ശ്രദ്ധിക്കാനുണ്ട്, അത്രേ ഉള്ളൂ. ബാക്കി എല്ലാം മെത്തേഡ് എല്ലാം സെയിം ആണ്, ഒരു വ്യത്യാസവും ഇല്ല. ഓക്കെ, സോ ഞാൻ ക്വസ്റ്റ്യൻ ഒന്ന് കോപ്പി ചെയ്തേക്കാം. ഓക്കെ, സോ ദിസ് ഇസ് മൈ ക്വസ്റ്റ്യൻ. സോ ഞാൻ ആദ്യം എന്റെ ടോപ്പ് വ്യൂ ഫ്രണ്ട് വ്യൂ വരയ്ക്കാണ്. സോ ഫസ്റ്റ് യു ഡ്രോ ദി XY ലൈൻ. First you draw the XY line. Okay, then draw the top view. Top view of the cone എന്തായിരിക്കും? It's a circle. ഓക്കെ, കഴിഞ്ഞ പ്രോബ്ലത്തിൽ എന്തായിരുന്നു? സ്ക്വയർ പിരമിഡ് ആയതുകൊണ്ട് സ്ക്വയർ ആയിരുന്നു. അപ്പൊ ഇവിടെ ആക്ച്വലി സർക്കിൾ ആയതുകൊണ്ട് നമ്മൾ കോൺ ആയതുകൊണ്ട് സർക്കിൾ വരച്ചു. വാട്ട് ഈസ് ദ ഡയമീറ്റർ ഓഫ് ദിസ് സർക്കിൾ? 40. ശരിയല്ലേ? 40 അല്ലായിരുന്നോ ആനന്ദ്? 40 ആയിരുന്നോ? 40. ഓക്കെ, സോ 40 ഡയമീറ്റർ ഈസ് 40. ഓക്കെ, അപ്പൊ ഞാൻ അത് വരച്ചു. ഇനി നമുക്കറിയാം, നമുക്ക് ഈ കോണും സിലിണ്ടറും വരയ്ക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ നമ്മൾ ഡിവൈഡ് ചെയ്യണം. എന്തിനു വേണ്ടിയാണ്? കാരണം നമുക്ക്
പേര് കൊടുക്കാനൊന്നുമില്ല, കോർണർ ഒന്നുമില്ല. ദർ ഈസ് നോ കോർണേഴ്സ്. അപ്പൊ നമ്മൾ എന്ത് വരച്ചു? നമ്മൾ ഇതിനെ ഡിവൈഡ് ചെയ്യണം. എത്ര ആയിട്ട്? 8 ആയിട്ട് അങ്ങ് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, സോ ഞാൻ ഇതിനെ 8 ആയിട്ട് ഡിവൈഡ് ചെയ്തു. ഓക്കെ, അപ്പൊ ഔട്ടർ സർക്കിൾ ഡാർക്ക് ആയിട്ട് വരയ്ക്കുക. ഓക്കെ, then name this. അപ്പൊ ഇനി നമുക്ക് നെയിം ചെയ്യാം. സോ ദിസ് ഈസ് A, then this is B, C, D, E, F, then this is G, and this point is H. Okay, then next is this is M bracket O, M bracket O. Okay, then ഇതിനെ പ്രൊജക്ട് ചെയ്യുക. Project this center line. What is the height of this object? Height is 50. 50 height le da idine center line ആദ്യം പ്രൊജക്ട് ചെയ്തു. Then A നേരെ പ്രൊജക്ട് ചെയ്തു, B നേരെ പ്രൊജക്ട് ചെയ്തു, then C യും G യും പ്രൊജക്ട് ചെയ്തു, then D project D and F, and finally project E. Okay, name of this point as this is A dash. This point is A dash. Then next is B dash comma H dash. B dash comma H dash. Okay, next is C dash comma G dash. Then next is D dash comma F dash. Then next is E dash. Okay, then the uppermost point, this is the vertex or apex. Name this point as M dash. Name of this point as M dash. So join this A dash, M dash, M dash, E dash. Okay, dark ആയിട്ട് വരയ്ക്കുക. Then join B dash with M dash, D dash with the M dash. Okay, ഇത്ര ക്ലിയർ ആണോ? ജൂഡിത്ത് ഇത്ര ക്ലിയർ ആണോ? Sir. Okay, then next is the you have to draw the cutting plane.
So here the cutting plane is at an angle of 45 degree with the reference line. 45 degree with the reference line. Okay, so cutting makes an angle of 45 degree with the reference line and intersects the axis of the cone at a distance of 20 mm from the vertex. So this M dash is called vertex. This point is called vertex. So mark a point on the axis such that this distance is 20. Okay, കഴിഞ്ഞ പ്രോബ്ലത്തിൽ നമ്മൾ ഏത് പോയിന്റിൽ കൂടെ പാസ് ചെയ്ത് ഓർമ്മയുണ്ടല്ലോ, മിഡ് പോയിന്റ് ഓഫ് ദി ആക്സിസ്. ഓക്കെ, മിഡ് പോയിന്റ് ഓഫ് ദി ആക്സിസ്. ഇപ്പൊ ഈ പ്രോബ്ലത്തിൽ എവിടാണ്? at a point at a distance of 20 mm from the vertex. Vertex എന്ന് പറഞ്ഞാൽ ഇതാണ്. This is called ഈ M dash എന്ന് പറയുന്ന പോയിന്റിനെയാണ് vertex എന്ന് പറയുന്നത്, അല്ലെങ്കിൽ apex എന്ന് പറയുന്നത്. Okay, then the next step is you have to draw a line such that the inclination, what is the inclination? Inclination is 45 degree. 45 degree inclination. So this is the cutting plane and this distance is 20. Okay, this is very important. This cutting plane passes through a point at a distance of 20 mm from the vertex. നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ സ്ക്വയർ പിരമിഡിന്റെ പ്രോബ്ലത്തിൽ കട്ടിംഗ് പ്ലെയിൻ പാസസ് ത്രൂ ദി മിഡ് പോയിന്റ് ഓഫ് ദി ആക്സിസ്. അപ്പൊ പ്രോബ്ലത്തിൽ കൃത്യമായിട്ട് പറയും എവിടെ കൂടെ പാസ് ചെയ്യുന്നത്, മിഡ് പോയിന്റിൽ കൂടെ ആണോ അല്ലെ. അപ്പൊ ആ പോയിന്റ് എവിടാണെന്ന് ഐഡന്റിഫൈ ചെയ്തിട്ട് അതിൽ കൂടി എത്ര ഡിഗ്രിയിൽ അങ്ങ് വരച്ചാൽ മതി. എത്ര ഡിഗ്രി ആണോ അത്രയും ഡിഗ്രിയിൽ. ഇപ്പം 30 ഡിഗ്രി ആണെങ്കിൽ 30 ഡിഗ്രി, 40 ആണെങ്കിൽ 40, 50 ആണെങ്കിൽ 50, ലൈക്ക് ദാറ്റ്. ഓക്കെ, അപ്പൊ ഈ പോയിന്റ് ഐഡന്റിഫൈ ചെയ്യണം. സോ ഹിയർ cutting plane passes through at a distance of 20 mm from the vertex. 20 mm from the vertex. Okay, then ഇനി നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഇതിന്റെ മുകളിലോട്ടുള്ളതിനെയൊക്കെ നമ്മൾ അതിന്റെ തിക്നെസ് കുറയ്ക്കണം. Okay, so this is the final front view. Anand, ഇത്രയും ക്ലിയർ ആണോ? ആനന്ദ്, ക്ലിയർ സർ. ഓക്കെ, സോ ഇനി നമ്മൾ നെക്സ്റ്റ് ഈസ് ദി കട്ടിംഗ് പോയിന്റ്സിന് പേര് കൊടുക്കണം. ഓക്കെ, അപ്പം പ്രത്യേകം ശ്രദ്ധിച്ചോണ്ട് നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിലെ ലെഫ്റ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ ആദ്യത്തെ എം ഡാഷ് എ ഡാഷ്, അപ്പൊ ഇവിടെ 1 ഡാഷ് എന്ന് കൊടുത്തു. ആദ്യത്തെ പോയിന്റ് 1 ഡാഷ്, അവിടെ ഒരു ഇമാജിനറി ലൈനേ ഉള്ളൂ. സോ 1 ഡാഷ് എന്ന് പേര് കൊടുത്തു. ഓക്കെ, അടുത്ത ലൈൻ നോക്കി. അടുത്ത ലൈനിലെ 2 ലൈൻസ് വരുന്നുണ്ട്. 2 ലൈനിൽ ഈ കട്ടിംഗ് പ്ലെയിൻ കട്ട് ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണ്? എം ഡാഷ് ബി ഡാഷും ഉണ്ട്, എം ഡാഷ് എച്ച് ഡാഷും ഉണ്ട്. അപ്പൊ എം ബി ആണ് ഫ്രണ്ടിൽ കിടക്കുന്നത്. എം എച്ച് എന്ന് പറയുന്നത് എന്താണ്? ബാക്കില്. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ആദ്യം നമ്മൾ 2 ഡാഷ് എന്നുള്ള പേര് ഇവിടെ കൊടുക്കുക. 2 ഡാഷ്. അടുത്ത പോയിന്റിന്റെ പേര് ഇപ്പൊ കൊടുക്കരുത്, കോമ അവിടെ ഇട്ടേക്കുക. അവിടെ ഒരു പോയിന്റ് കൂടെ ഉണ്ട്, പക്ഷെ ഇപ്പൊ കൊടുക്കരുത്. ഓക്കെ, സിമിലർലി ഇവിടെ വരുമ്പോഴും അതേപോലെ തന്നെ എം സിയും എം ജിയും ഉണ്ട്. അപ്പൊ ഇവിടെ ഞാൻ 3 ഡാഷ് കൊടുത്തു. 3 ഡാഷ് കോമ ഒന്നുകൂടെ ഉണ്ട്, ഇപ്പൊ ഒന്നും കൊടുക്കരുത് അവിടെ. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് വരുമ്പോ ഏതാ? എം ഡാഷ് ഡി ഡാഷും ഉണ്ട്, എം ഡാഷ് എഫ് ഡാഷും ഉണ്ട്. അപ്പം അതിന് ഞാൻ 4 ഡാഷ് കൊടുത്തു. ഒരു പോയിന്റ് കൂടെ ഉണ്ട്, ഇപ്പൊ വേറെ അവിടെ ഒന്നും കൊടുക്കരുത്. ഇനി ലാസ്റ്റ് പോയിന്റ്, ഇതിനെന്ത് കൊടുക്കണം? ഇതിന് 5 ഡാഷ് എന്ന് പേര് കൊടുക്കുക. ദിസ് ഈസ് 5 ഡാഷ്. അപ്പൊ വിസിബിൾ ആയിട്ടുള്ളതെല്ലാം കഴിഞ്ഞു. ഇനി ആ ലൈനെ കൂടെ തിരിച്ചു വരണം. തിരിച്ചു വരുമ്പോ ആദ്യം എവിടെയാണ്? 4 ഡാഷിന്റെ അവിടെ. അപ്പൊ അതിനെന്ത് കൊടുക്കണം? 4 ഡാഷ് കോമ 6 ഡാഷ്.
4 dash comma 6 dash. Then അടുത്തത് 3 dash comma 7 dash. അടുത്തത് 2 dash comma 8 dash. അടവണ ഇത് ക്ലിയർ ആണോ ഞാൻ പറഞ്ഞത്? ഓക്കെ. ഇനി നമ്മൾക്ക് ഇതിനെ എന്ത് ചെയ്യണം? ഇതിനെ നമ്മൾ നേരെ താഴോട്ട് പ്രൊജക്ട് ചെയ്യാം. സോ ആദ്യം നമ്മൾ ഈ 1 ഡാഷിനെ നേരെ താഴോട്ട് പ്രൊജക്ട് ചെയ്യാം. എവിടോട്ടെ? 1 എന്ന് പറയുന്നത് എവിടുത്തെ പോയിന്റ് ആണെന്ന് നോക്കിയേ. ഏതാ? 3 dash കഴിഞ്ഞിട്ട് 4 dash എവിടെ ഇട്ടത് മനസ്സിലായില്ല. 4 dash അടുത്ത ലൈൻ ഏതാ? അടുത്ത ലൈൻ നോക്കിയേ. M dash D dash ഉണ്ട്, M dash F dash ഉണ്ട്. കണ്ടോ അടുത്ത ലൈൻ? കണ്ടോ M dash D dashും M dash F dashും കണ്ടോ? M dash F dashും അതായത് അടുത്ത ലൈൻ M dash D dashും M dash F dashും കണ്ടോ? അതിലാണ് നമ്മൾ 4 മാർക്ക് ചെയ്തു. 4 dash. എം ഡിയില് ഫ്രണ്ടിലത്തെ പോയിന്റ് ആണ് MD. MD മാർക്ക് MD കണ്ടോ? MD MF ഇപ്പൊ മാർക്ക് ചെയ്യരുത്. ഇനി അടുത്ത വിസിബിൾ ആയിട്ടുള്ള സൈഡ് എന്ന് പറഞ്ഞാൽ ME ആണ്. അപ്പൊ ME 5 കൊടുത്തു കണ്ടോ? M dash E dash 5 dash കൊടുത്തു കണ്ടോ? 5 dash. എന്നിട്ട് അവിടുന്ന് തിരിച്ചു വരുമ്പോ ആദ്യം 4 ഡാഷിന്റെ അവിടെ ഒരെണ്ണം ഉണ്ട്, പുറകിലത്തെ 6 dash, പിന്നെ 3 ഡാഷിന്റെ അവിടെ 7 dash, 2 ഡാഷിന്റെ അവിടെ 8 dash. മനസ്സിലായോ? സംശയം ഉണ്ടെങ്കിൽ ചോദിക്കേ, കുഴപ്പമൊന്നുമില്ല, ചോദിച്ചോ. ക്ലിയർ ആയോ? ഓക്കെ. അപ്പൊ ഇനി അടുത്ത സ്റ്റെപ്പില് പ്രൊജക്ട് ദിസ് 1 dash to MA. കണ്ടോ? ടോപ്പ് വ്യൂയിലോട്ട്. അപ്പൊ ഇതിന് ഞാൻ എന്ത് പേര് കൊടുക്കണം? 1 എന്ന പേര് കൊടുത്തു. 1. ദിസ് നെയിം ഈസ് 1. MA കറക്റ്റ് പേര് കൊടുക്കണം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാമല്ലോ, നമ്മൾ ട്രൂ ഷേപ്പ് കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടത്തില്ല. കറക്റ്റ് ആയിരിക്കണം ഇത് ട്രാൻസ്ഫർ ചെയ്യുന്നത്. MA. അടുത്തത് 2ഉം 8ഉം ട്രാൻസ്ഫർ ചെയ്യുക. 2 and 8. സോ ഇവിടുന്ന് നേരെ താഴോട്ട് MB ലോട്ടും MH ലോട്ടും. MB പോയിന്റ് ഫ്രണ്ടിലത്തെ പോയിന്റ് ആണെന്ന് അറിയാമല്ലോ. MB പോയിന്റ് ആണ് 2. ഓക്കെ. MB പോയിന്റ് 2. ദെൻ MH പോയിന്റ് ആണ് ഏത്? 8. MH പോയിന്റ് ആണ് ഏത്? 8. MH പോയിന്റ് 8. ഇനി അടുത്ത പോയിന്റ് 3ഉം 7ഉം നമുക്ക് മാർക്ക് ചെയ്യാനായിട്ട് പറ്റത്തില്ല. കണ്ടോ? അത് നേരെ താഴോട്ട് കിടക്കുക, ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് കിടക്കുക. അതവിടെ നിൽക്കട്ടെ, അത് ഞാൻ ഏറ്റവും അവസാനം പറയാം. ഇനി അടുത്തത് 4ഉം 6ഉം. 4ഉം 6ഉം നേരെ താഴോട്ട്. അതിന് കൺഫ്യൂഷൻ ഒന്നുമില്ല, നേരെ താഴോട്ട് കൊടുത്താൽ മതി. ഓക്കെ. സോ 4ഉം 6ഉം. അപ്പൊ MD 4 കൊടുത്തു. MD 4. സോ MD 4 കൊടുത്തു. MD 4 കൊടുത്തു. ദെൻ അടുത്തത് MF 6 കൊടുത്തു. MF 6. ആർക്കെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ അപ്പൊ അന്നേരം ചോദിച്ചോണേ. 6. ഓക്കെ. ദെൻ അടുത്തത് 5 ഡാഷ്. 5 അവിടുത്തെ ME ME ലോട്ട് ട്രാൻസ്ഫർ ചെയ്യുക. ME ലോട്ട് ട്രാൻസ്ഫർ ചെയ്തു. സോ ദിസ് പോയിന്റ് ഈസ് 5. This point is 5. This point is 5.
ഓക്കെ, അപ്പൊ നമുക്ക് 1 2, അപ്പൊ ഇനി നമ്മുടെ ഇല്ലാത്ത പോയിന്റ്സ് ഏതാ? 3യും 7ഉം ആണ് നമുക്ക് ഇല്ലാത്തത്. ഓക്കെ, അപ്പൊ അത് നമുക്ക് നോക്കിയേ. ഇത്രയും ക്ലിയർ ആണോ? ആനന്ദ് ക്ലിയർ ആണോ? ആനന്ദ് ഇത്രയും ക്ലിയർ ആ സാർ. ഓക്കെ, ഇനി നമുക്ക് വേണ്ട പോയിന്റ് 3യും 7ഉം. അത് നമുക്ക് താഴോട്ട് പ്രൊജക്ട് ചെയ്താൽ എവിടെ വരുമെന്ന് അറിയത്തില്ല. അപ്പൊ അത് ചെയ്യുന്ന എങ്ങനെയാ നോക്കിക്കോണം. ഈ ഫ്രണ്ട് വ്യൂല് വന്നിട്ട് ഈ ഫ്രണ്ട് വ്യൂല് 3യും 7നെ നമ്മൾ നേരെ ട്രൂ ലെങ്തിലോട്ട് അങ്ങ് ട്രാൻസ്ഫർ ചെയ്യണം. ഇവിടുന്ന് നമ്മുടെ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് ട്രൂ ലെങ്ത്. കണ്ടോ, ഇതിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുക, ട്രൂ ലെങ്തിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുക. എന്നിട്ട് ഈ പോയിന്റിൽ നിന്ന്, ഈ ട്രൂ ലെങ്തിൽ നിന്ന് നേരെ നമ്മുടെ ടോപ്പ് വ്യൂവിന്റെ സെന്ററിലോട്ട് വരെ പ്രൊജക്ട് ചെയ്യുക. ടോപ്പ് വ്യൂവിന്റെ സെന്റർ വരെ പ്രൊജക്ട് ചെയ്യുക. ഓക്കെ, എന്നിട്ട് ഈ ഡിസ്റ്റൻസ്, ഈ സെന്റർ തൊട്ട് ഇത്രയും വരെയുള്ള ഡിസ്റ്റൻസ് റേഡിയസ് എടുത്തിട്ട്, സെന്റർ തൊട്ട് ഇത്രയും വരെയുള്ള ഡിസ്റ്റൻസ് റേഡിയസ് എടുത്തിട്ട് താഴോട്ട് ഒരു ആർക്ക് വരയ്ക്കുക, മുകളിലോട്ട് എന്ത് ചെയ്യുക, ഒരു ആർക്ക് വരയ്ക്കുക. പറയാം. അപ്പൊ അങ്ങനെ താഴെ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ 3, ഈ പോയിന്റ് ആണ് 3. ഈ പോയിന്റ് 3യും കിട്ടും. പറയാമേ, ഞാൻ ഒന്നുകൂടെ പറയാം. ഈ പോയിന്റ് 3 ആൻഡ് മുകളിലത്തെ പോയിന്റ്, ഈ പോയിന്റ് എന്ന് പറയുന്നത് 1 2 3 4 5 6 7. ഈ പോയിന്റ് 7. ദിസ് പോയിന്റ് ഈസ് 7. ഓക്കെ, അപ്പൊ നമുക്ക് 3യും 7ഉം വേണം. അപ്പൊ നിങ്ങൾക്ക് അറിയാം 3യും 7ഉം ഒരു പ്രോബ്ലം എന്താ? ഈ 3യും 7ഉം നടുക്കത്തെ ലൈനിലാണ് കിടക്കുന്നത്. കണ്ടോ, M', C'-ലും M', G'-ലും. കണ്ടോ, അപ്പൊ ഇതിനെ നമ്മൾ താഴോട്ട് പ്രൊജക്ട് ചെയ്യുമ്പോൾ ഈ MC-യിൽ എവിടെ വന്ന് ടച്ച് ചെയ്യുന്നത് നമുക്ക് അറിയത്തില്ല. കാരണം ആ ലൈനെ കൂടി ഇങ്ങനെ പാസ് ചെയ്ത് പോവാ. ബാക്കി എല്ലാ പോയിന്റ്സും എന്താണ്, ആ ലൈനിൽ വന്ന് ടച്ച് ചെയ്യുമ്പോഴാണ് നമുക്ക് കണ്ടോ, ഇവിടെ 1 ഇവിടെ ഈ ലൈനെ വന്ന് ടച്ച് ചെയ്യുന്നു. 2 നോക്കി ഇവിടെ വന്ന് ടച്ച് ചെയ്യുന്നു. 8 ഇതാ ഇവിടെ വന്ന് ടച്ച് ചെയ്യുന്നു. 6 ഇവിടെ വന്ന് ടച്ച് ചെയ്യുന്നു. 4 ഇവിടെ വന്ന് ടച്ച് ചെയ്യുന്നു. 5 ഇവിടെ വന്ന് ടച്ച് ചെയ്യുന്നു. പക്ഷെ 3യും 7ഉം അങ്ങനാണോ? അല്ല. അപ്പൊ അങ്ങനത്തെ കേസിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ആദ്യം ആ കിട്ടാത്ത പോയിന്റിനെ ട്രൂ ലെങ്തിലോട്ട് ട്രാൻസ്ഫർ ചെയ്യണം. അടോണ കണ്ടോ, ആദ്യത്തെ സ്റ്റെപ്പ് മനസ്സിലായോ? അതായത് 3യും 7ഉം, ഈ 3' 7' എന്ന് പറയുന്ന പോയിന്റ് നമുക്ക് ഈ MC-യിലും MG-യിലും മാർക്ക് ചെയ്യണം. അത് നമ്മൾ താഴോട്ട് പ്രൊജക്ട് ചെയ്യുമ്പോൾ അതിൽ എവിടെയാണ് വരുന്നത് നമുക്ക് പറയാൻ പറ്റുന്നില്ല. അപ്പൊ അങ്ങനെയുള്ള കേസിൽ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, ഈ ഫ്രണ്ട് വ്യൂവില് ഈ പോയിന്റിനെ നമ്മൾ ട്രൂ ലെങ്തിലോട്ട് ആദ്യം ട്രാൻസ്ഫർ ചെയ്യണം. അതെങ്ങനെയാന്ന് വെച്ചാൽ, ആ പോയിന്റിൽ നിന്ന് XY ലൈന് പാരലൽ ആയിട്ട് ഒരു ലൈൻ വരയ്ക്കണം. ആ പോയിന്റിൽ നിന്ന് XY ലൈന് പാരലൽ ആയിട്ട് ഒരു ലൈൻ വരച്ചു. ഡ്രോ എ ലൈൻ പാരലൽ ടു ദി XY ലൈൻ ത്രൂ ദിസ് പോയിന്റ്. എന്നിട്ട് ഈ പോയിന്റിൽ നിന്ന്, ഈ ട്രൂ ലെങ്തിൽ ടച്ച് ചെയ്ത പോയിന്റിൽ നിന്ന് നേരെ താഴോട്ട് സെന്റർ ലൈൻ വരെ പ്രൊജക്ട് ചെയ്യാം. ഇത്രയും ക്ലിയർ ആയോ പറഞ്ഞേ അടോണ? എന്നിട്ട് നമ്മൾ ഇവിടെ സർക്കിളിന്റെ സെന്റർ തൊട്ട് ഇത്രയും വരെ ഡിസ്റ്റൻസ് റേഡിയസ് എടുക്കണം. ഇത്രയും വരെ ഡിസ്റ്റൻസ് റേഡിയസ് എടുത്തിട്ട് മുകളിലോട്ട് MG-യിലോട്ട് ആർക്ക് വരയ്ക്കുമ്പോഴേ ആ ആർക്ക് ഇവിടെ ടച്ച് ചെയ്യുന്ന കണ്ടോ, ആ പോയിന്റിന് 7 എന്ന് കൊടുക്കുക. താഴോട്ട് ആർക്ക് വരയ്ക്കുമ്പോൾ അവിടെ കട്ട് ചെയ്യുന്നതിന് എന്ത് പേര് കൊടുക്കുക? 3 എന്ന് പേര് കൊടുക്കുക. മനസ്സിലായോ? അപ്പൊ പിടി കിട്ടിയോ? ജൂഡിത്ത് ക്ലിയർ ആയോ? ആനന്ദ് മനസ്സിലായി സർ. അഭിഷേക് കേട്ടില്ല, ഒന്നുകൂടെ പറഞ്ഞേ. മനസ്സിലായി. ഓക്കെ, ആദം ഓക്കെ ശരി. അപ്പൊ ഇനി നമുക്കിത് ജോയിൻ ചെയ്യണം. അപ്പൊ നമുക്ക് 1 2 3 4 5 6 7 8 ജോയിൻ ചെയ്യണം. അപ്പൊ അത് നമ്മള് കോണം സിലിണ്ടർ എന്താ, കർവ്ഡ് സർഫസ് ഒബ്ജക്റ്റാ. കർവ്ഡ് സർഫസ് ഒബ്ജക്ട് നമ്മൾ ജോയിൻ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. സ്ട്രെയിറ്റ് ലൈൻ ആണോ ആർക്കാണോ? ആർക്ക് വെച്ചാ ജോയിൻ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ഞാൻ ആർക്ക് വെച്ച് ജോയിൻ ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പൊ 1 2 3 4 5 6 7 8 എന്ന് പറയുന്നത് എന്താ? ആർക്ക് വെച്ച് ജോയിൻ ചെയ്യാം.
ഞാൻ അപ്രോക്സിമേറ്റ് ആയിട്ടാണ് വരയ്ക്കുന്നത്, നിങ്ങൾ കറക്റ്റ് ആയിട്ട് വരച്ചോണേ. ഓക്കെ, അപ്പൊ 1 2 3 4, ദെൻ അടുത്തത് 4ഉം 5ഉം 6ഉം. ഓക്കെ, അപ്പൊ 1 2 3 4 5 6 7 8 വരച്ചു. എന്നിട്ട് നമ്മൾ അതിനെ എന്ത് ചെയ്യണം? നമ്മൾ അതിനെ ഹാച്ച് ചെയ്യണം. കണ്ടോ, ഹാച്ചിങ് ലൈൻസ് വരച്ചു. അയ്യോ സോറി. ഓക്കെ, സോ ഇത് കണ്ടോ ആനന്ദ? ഇത് കണ്ടോ ഹാച്ച് ചെയ്തേക്കുന്ന കണ്ടോ? കാണാം സാർ. ഓക്കെ, അടോണ ഇത് ക്ലിയർ ആണല്ലോ അല്ലേ? എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? ക്ലിയർ ആണല്ലോ അല്ലേ? ഓക്കെ, ഓക്കെ. സോ ഇനി ഇതിന്റെ ട്രൂ ഷേപ്പ് വരയ്ക്കുന്നത് ഞാൻ പറയണോ? നിങ്ങൾ വരച്ചോളൂ. ട്രൂ ഷേപ്പ് വരയ്ക്കാൻ അറിയാമല്ലോ നിങ്ങൾക്ക്, ഞാൻ പറഞ്ഞായിരുന്നല്ലോ. അത് വരച്ചോളൂ. അഭിഷേക് വരച്ചോളൂ. ട്രൂ ഷേപ്പ് വരയ്ക്കാൻ എന്ത് ചെയ്യണം? നിങ്ങൾ ഇവിടുന്ന് നിങ്ങൾ ഈ കട്ടിംഗ് പ്ലെയിന് പാരലൽ ആയിട്ട് ഒരു ലൈൻ വരയ്ക്കുക. ദെൻ ഇവിടുന്ന് എന്ത് ചെയ്യുക? ഇവിടുന്ന് ലൈൻസ് വരയ്ക്കുക. ഞാൻ റഫായിട്ടാണ് പറയുന്നത്, അപ്പൊ അത് നിങ്ങൾ വരച്ചോണം. എത്ര പോയിന്റ് ഉണ്ട് കട്ടിംഗ് പോയിന്റ്സ്, എല്ലാം ലൈൻസ് വരയ്ക്കുക ഇങ്ങനെ. ഓക്കെ,
അപ്പൊ ഇങ്ങനെ വരയ്ക്കുമ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു ഇത് ഈ ആംഗിൾ എത്ര ഡിഗ്രി ആയിരിക്കണം, എല്ലാം 90, അത് ചെക്ക് ചെയ്തോണം കറക്റ്റ് ആയിരിക്കണം, എല്ലാം 90 ഡിഗ്രി ആയിരിക്കണം. ഈ വരയ്ക്കുന്ന ലൈൻസ് എല്ലാം 90 ഡിഗ്രി ആയിരിക്കണം. ഓക്കെ, 90 ഡിഗ്രി ആയിരിക്കണം. എന്നിട്ട് ഞാനിപ്പോ ഒരു പോയിന്റ് മാത്രം ഞാൻ മാർക്ക് ചെയ്യാമേ, ഒന്നല്ല, ഞാനൊരു 1ഉം ഇതായി 1 വരെയുള്ള ഡിസ്റ്റൻസ് 22.143 ആണ് എന്റെ ഡിസ്റ്റൻസ്. അപ്പൊ ഞാൻ ഇവിടെ ലെഫ്റ്റിലത്തെ പോയിന്റ് 1 മാത്രം മാർക്ക് ചെയ്യുക. ഇത് 22.143. ഓക്കെ, എന്നിട്ട് അതിന് ഞാൻ 1 എന്ന പേര് കൊടുത്തു. ദിസ് പോയിന്റ് ഈസ് 1. ഓക്കെ, ഇനി അടുത്തത് ഇവിടെ ഇങ്ങേ അറ്റത്തെ പോയിന്റ് ഏതാ, 5 ആണേ. 1ന്റെ നേരെ ഓപ്പോസിറ്റ് കിടക്കുന്ന 5 അല്ലേ. അപ്പൊ ഞാൻ 5 എടുക്കുകയാണ്. 5ന്റെ ദൂരം എത്രയാണ്, അതും 22.143 ആണ്. അപ്പൊ ഞാൻ അത് ഇങ്ങേ അറ്റത്തെ പോയിന്റ് 5 കണ്ടോ, ഇങ്ങേ അറ്റത്തെ പോയിന്റ് 5, അതിന് ഞാൻ ഒന്നുകിൽ ഇവിടുന്ന് എന്ത് ചെയ്താൽ ഒരു ലൈൻ ഇങ്ങനെ വരച്ചാൽ മതി, സച്ച് ദാറ്റ് ഇത് ഈ ലൈൻ എന്താക്കിയാൽ മതി, നമ്മുടെ ഈ വരച്ച ലൈനിന് പാരലൽ ആക്കിയാൽ മതി. അപ്പൊ ഈ ഡിസ്റ്റൻസ് എത്ര തന്നെ ആയിരിക്കും, 22.143 തന്നെ കണ്ടോ. അപ്പൊ ഇതിന് എന്ത് പേര് കൊടുക്കുക, ഇതിന് 5 എന്ന് പേര് കൊടുക്കുക. നെയിം ഓഫ് ദിസ് പോയിന്റ് ഈസ് 5. നെയിം ഓഫ് ദിസ് പോയിന്റ് ഈസ് 5. ഇനി ഞാൻ ഇവിടെ ഇവിടെ നടുക്കുള്ള പോയിന്റ് ഏതാ, ഇവിടെ ഒരു 7ഉം 3ഉം ഉണ്ടല്ലേ. അപ്പൊ ഞാൻ അതുകൂടെ മാത്രം, ബാക്കി നിങ്ങൾ മാർക്ക് ചെയ്തോണേ. 7 എത്ര നോക്കട്ടെ, 7ന്റെ ഡിസ്റ്റൻസ് 14.069. അപ്പൊ 7 ഇതാണ്. അപ്പൊ ഇവിടെ ഞാൻ ഇവിടെ ഒരു പോയിന്റ് മാർക്ക് ചെയ്യാണ്. 7ന്റെ ലൈൻ ഇതാണ്. അപ്പൊ ഡിസ്റ്റൻസ് എത്ര ആയിരുന്നു, ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 14.069. 14.069 കണ്ടോ, 14.0. അതിനെന്ത് പേര് കൊടുക്കണം, അതിന് 7 എന്ന പേര് കൊടുക്കുക. ഇനി അതിന്റെ നേരെ അപ്പുറത്ത് കിടക്കുന്ന പോയിന്റ് ഏതാ, 7ന്റെ അപ്പുറത്ത് കിടക്കുന്ന പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 3 ആണ്. 3. അപ്പൊ 3യുടെ ദൂരം എത്ര നോക്കുക. സോ 3യുടെ ദൂരം 30.122. ഓക്കെ, സോ 30.122. അപ്പൊ ഞാൻ ഇവിടെ 30.122 കൊടുത്തു. ഓക്കെ, അതിന്റെ പേരെന്താണ്, അതിന്റെ പേര് 3. നെയിം ഓഫ് ദിസ് പോയിന്റ് ഈസ് 3. ഓക്കെ, ഞാനിപ്പോ തൽക്കാലം ഇത്രയും മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഏതൊക്കെയാ നിങ്ങൾക്ക് കാണാം, 1 ഉണ്ട്, 3 ഉണ്ട്, 7 ഉണ്ട്, 5 ഉണ്ട്. ഓക്കെ, അപ്പൊ ഏകദേശം ഞാനിപ്പോ തൽക്കാലം റഫായിട്ടൊരു എലിപ്സ് പോലൊരു ഷേപ്പ് ആയിരിക്കും വരുന്നത്. നോക്കട്ടെ. അതിപ്പോ എല്ലാ പോയിന്റും കൂടെ വരച്ചെങ്കിലേ കറക്റ്റ് ആയിട്ട് കിട്ടത്തുള്ളേ. അപ്പൊ ഞാനിപ്പോ തൽക്കാലം റഫായിട്ട് ജൂഡിത്ത് ക്ലിയർ ആണോ ഞാൻ ഇത്രയും പറഞ്ഞത്? ഓക്കെ, അപ്പൊ ഞാനിവിടെ ആനന്ദ് ക്ലിയർ ആണോ? ഞാനിപ്പോ ഇവിടെ
ഇവിടെ 2ഉം 8ഉം മാർക്ക് ചെയ്തിട്ടില്ല. അപ്പൊ 2ഉം 8 നിങ്ങൾ താഴേന്ന് ഡിസ്റ്റൻസ് എടുത്തിട്ട് ഇവിടെ മാർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? നിങ്ങൾക്ക് ഇവിടെ 2 എന്നുള്ള ഡിസ്റ്റൻസും ഇവിടെ 2 കിട്ടും. ആനന്ദ, ഞാൻ പറഞ്ഞത് ക്ലിയർ ആണോ ആനന്ദ? ഓക്കെ, അപ്പൊ നിങ്ങൾ താഴെ നിന്നുള്ള 2ന്റെ ഡിസ്റ്റൻസും 8ന്റെ ഡിസ്റ്റൻസും എടുത്ത് കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ 2ഉം 8ഉം കിട്ടും. പിന്നെ അപ്പുറത്ത് നിങ്ങൾക്ക് 4ഉം 6ഉം ഉണ്ട്. 4ഉം 6ഉം ഇതുപോലെ 4ന്റെയും 6ന്റെയും ലൈന് കണ്ടോ? ഇതാണ് 4ന്റെയും 6ന്റെയും ലൈന്. അപ്പൊ അത് ഇവിടെ കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ 4ഉം കിട്ടും 6ഉം കിട്ടും. ദിസ് പോയിന്റ് ഈസ് 4, ദിസ് പോയിന്റ് ഈസ് 6. ഇത് ഞാനിപ്പോ ഒരു അപ്രോക്സിമേറ്റാ വരച്ചേക്കുന്നത്, നിങ്ങൾ കറക്റ്റ് ആയിട്ട് വേണം വരയ്ക്കാൻ. അപ്പൊ ഇവിടെ 4ഉം 6ഉം കിട്ടി. ഓക്കെ, എന്നിട്ട് അതിനെ എന്ത് ചെയ്യണം? നമ്മൾ ഹാച്ച് ചെയ്യണം. ഓക്കെ, സോ ഇത് ക്ലിയർ ആണല്ലോ? അഡോണ, ക്ലിയർ ആണോ ഇത്? ഓക്കെ, അപ്പൊ ഞാനിപ്പോ ഇതിപ്പം ഇവിടെ നമ്മുടെ ടൈം തീരാറായി. അപ്പൊ നിങ്ങൾ ഇത് കഴിഞ്ഞിട്ട് വീണ്ടും റീജോയിൻ ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, 40 മിനിറ്റ്സേ ഉള്ളൂ. ഓക്കെ, സോ അപ്പൊ നമുക്കിവിടെ ഇവിടെ നമ്മൾ കൊടുക്കണം ദിസ് ഈസ് ദി സെക്ഷണൽ ടോപ്പ് വ്യൂ. ദിസ് ഈസ് ദി സെക്ഷണൽ ടോപ്പ് വ്യൂ. ഓക്കെ, സോ ഇതാണ് സെക്ഷണൽ ടോപ്പ് വ്യൂ. ഇവിടെ ഞാൻ ഹാച്ചിങ് നേരത്തെ ചെയ്തായിരുന്നു, അത് നിങ്ങൾ ഓർമ്മയുണ്ടല്ലോ അല്ലെ? ഇതായത് കണ്ടല്ലോ, ഇങ്ങനെ ഹാച്ചിങ് ചെയ്തിരിക്കണം. ഇവിടെയും ഹാച്ചിങ് ചെയ്യണം, ഇവിടെയും ഹാച്ചിങ് ചെയ്യണം. ഓക്കെ, സോ സെക്ഷണൽ ടോപ്പ് വ്യൂ. ഇനി ഇവിടെ നമ്മൾ എന്ത് എഴുതണം? ഇവിടെ നമ്മൾ ട്രൂ ഷേപ്പ്